വലിയൊരു ശുദ്ധീകരണമാണ് ഈ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് അല്ലേ. നമ്മുടെ മനസ്സിലെ ദോഷങ്ങളും ശരീരത്തിലെ ദോഷങ്ങളെല്ലാം നമ്മൾ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന ഈ ഒരു 30 നോമ്പ്, നമ്മൾ അള്ളാഹു അനുഗ്രഹിച്ചു തന്ന ഈ ഒരു നോമ്പ് നമ്മൾ പൂർണ്ണമായി തന്നെ ഉൾക്കൊണ്ട് കൃത്യമായി തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോമ്പ് പിടിക്കുന്നത് തന്നെ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാനാണ് എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ മാറ്റുക. നോമ്പെന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട ഒരു വർഷത്തിൽ നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് എല്ലാ ദോഷങ്ങളും പുറന്തള്ളുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ ഭക്ഷണ രീതിയിലൂടെ തന്നെ മുന്നോട്ട് പോവുക. ശ്രേഷ്ഠമായ റമദാനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശാരീരികവും മാനസികവുമായി തന്നെ ആരോഗ്യം വീണ്ടെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ നോമ്പും നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ കൃത്യമായ ശരീരത്തിന് ആരോഗ്യകരമായി തന്നെ ഓരോ നോമ്പും നമ്മൾ എടുക്കേണ്ടതാണ്. ചിലർക്കാണെങ്കിലും കൃത്യമായി എങ്ങനെ ആ ഭക്ഷണം കഴിക്കണം, ഒരു ദിവസത്തെ നോമ്പ് എങ്ങനെ കൊണ്ടുപോകണം, താഴത്തിന് എന്ത് കഴിക്കണം, അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തായിരിക്കണം കഴിക്കേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾക്ക് ഒരുപാട് ആളുകൾക്ക് ചില സംശയങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ റമദാൻ കഴിയുന്നതോടുകൂടെ ഒരുപാട് പേർക്കാണെങ്കിലും ഒരുപാട് കൊഴുപ്പടങ്ങിയതും ഒരുപാട് പൊരിച്ചതും ഒരുപാട് മധുരമുള്ളതൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഷുഗർ, അതുപോലെ തന്നെ കൊളസ്ട്രോള്, യൂറിക് ആസിഡ് ഇവയെല്ലാം വർദ്ധിക്കുന്നതായിട്ടാണ് ഒരു വശത്തുകൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആരോഗ്യകരമായിട്ട് ഒരു ദിവസത്തെ നോമ്പിൻ്റെ ഭക്ഷണ രീതി എങ്ങനെയായിരിക്കണം, നമ്മൾ എന്തൊക്കെ കഴിക്കണം, എന്തായിരിക്കണം നമ്മുടെ പ്രധാനമായിട്ടുള്ളൊരു ഭക്ഷണം, നമ്മുടെ വയറിന് അപ്സെറ്റ് ആകാതെ എങ്ങനെയൊക്കെ നമുക്കത് കൊണ്ടുപോകാം, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോലൈറ്റുകളെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ, ആയുർബാലൻസ് ആയുർവേദിക് ക്ലിനിക്, ഇന്ദിര ജംഗ്ഷൻ, ആലപ്പുഴ. അത്താഴത്തോടെ നമ്മൾ നോമ്പ് ആരംഭിക്കുകയാണ് അല്ലേ. ബാങ്ക് കൊടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ടാണ് അത്താഴത്തിനായിട്ട് നമ്മൾ കൃത്യമായി എഴുന്നേൽക്കേണ്ടത്. അത്താഴം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭക്ഷണം തന്നെയാണ്. കൃത്യമായി അത്താഴം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്താഴം നമ്മൾ മാറ്റിവെക്കരുത്. അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് 1 ഗ്ലാസ് വെള്ളം കുടിക്കാവുന്നതാണ്. നല്ല ശുദ്ധമായ 1 ഗ്ലാസ് വെള്ളം, ഒരു 1.5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഈ ഒരു നോമ്പ് പിടിക്കുന്നതിന് മുമ്പായിട്ട് വയറ് നിറച്ച് കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ ഗുളികകൾ കഴിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഷുഗർ ഉള്ളവരും പ്രഷർ ഉള്ളവരെല്ലാം തന്നെ ഗുളികകൾ കഴിക്കുന്ന ആ ഒരു സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൃത്യമായ ഇടവേളകളിൽ അത് കഴിച്ചുകൊണ്ട് തന്നെ നോമ്പ് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ വെള്ളത്തിൽ ആരംഭിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നമ്മുടെ വയറ് ഒന്ന് അയഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് ഫൈബർ ധാരാളം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3-4 ഈത്തപ്പഴം ആ സമയത്തും കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അത്താഴത്തിൻ്റെ സമയത്ത് ചോറ് കഴിക്കുന്നവരുണ്ട്, അതുപോലെ ചപ്പാത്തി കഴിക്കുന്നവരുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷെ ചിലർക്കെങ്കിലും ചോറ് കഴിക്കുമ്പോൾ അതിൽ കൂട്ടുന്ന കറികളോ അതൊന്നും പിടിക്കാതെ പുളിച്ച് തികട്ടൽ, ഗ്യാസ് കയറൽ, വയറ് സ്തംഭിക്കൽ, ഇത്തരത്തിലുള്ളൊരവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കണ്ടീഷൻ നോക്കി മാത്രം നിങ്ങൾ ചോറ്, അതുപോലെ തന്നെ ചപ്പാത്തി ഇതെല്ലാം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെയധികം നല്ലതാണ്. ചെറുപയർ വേവിച്ചതോ അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയതോ, മുട്ടയുടെ വെള്ളയോ, മുട്ട പുഴുങ്ങിയതിൻ്റെ മുട്ടയുടെ വെള്ളയോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബാർലി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് ചെറിയ രീതിയിലുള്ള കഞ്ഞികൾ, ഇതെല്ലാം നല്ലൊരു സജഷൻ തന്നെയാണ്. നമ്മുടെ വയറ് നിറഞ്ഞിരിക്കാനും എളുപ്പം ദഹിക്കാനും ഒക്കെ നമ്മൾക്കിത് ഉപകാരപ്പെടും. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഏതെങ്കിലും ഫ്രൂട്ട് സലാഡോ അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയോ ഏത്തപ്പഴം പുഴുങ്ങിയത് 1 കഷ്ണമൊക്കെ നിങ്ങൾക്കിതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഏത്തപ്പഴമൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയാണെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക.
നിങ്ങൾക്കതുപോലെ ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ടുകളോ ഇതെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നട്ട്സുകൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഒരു 5-10 നട്ട്സുകളാണെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനും ഫൈബറും കാർബോഹൈഡ്രേറ്റും എല്ലാം തന്നെ ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് നോമ്പ് പിടിക്കാവുന്നതാണ്. അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു ലിറ്ററെങ്കിലും നിങ്ങൾ വെള്ളം കുടിച്ച് തീർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. നിങ്ങൾക്ക് നെഞ്ചിരിച്ചിലുണ്ടാക്കുന്ന വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ചിക്കൻ കറി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, എങ്കിൽ തന്നെയും വറുത്തത് ഒഴിവാക്കാം. എളുപ്പം ദഹിക്കാവുന്നതും നമ്മൾക്ക് വയറ് ശുദ്ധിയാകുന്നതും തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കാൻ. ഒരുപാട് മധുരം ചേർത്ത ജ്യൂസുകളോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ഹെവി ആയിട്ടുള്ള മന്തി റൈസ് പോലുള്ളവ, ബിരിയാണി, ഇവയെല്ലാം തന്നെ ഒരുപാട് നെയ്യ് കൂടിയ ഭക്ഷണങ്ങൾ, പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്ക് ദഹനം സ്തംഭിക്കുന്നതിനുള്ള കാരണം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ വേണം ഈ സമയത്ത് തിരഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ തന്നെ അച്ചാറ് പോലുള്ള ഭക്ഷണങ്ങൾ, എരിവ് കൂടിയത്, ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നോമ്പ് അത്താഴം കഴിച്ചതിന് ശേഷം ഉടനടി നമ്മൾ കിടന്നുറങ്ങാതിരിക്കുക. നമ്മൾക്ക് പിന്നെ വാങ്ക് കൊടുത്ത് പിന്നെ അത് രാവിലെയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ വ്യായാമങ്ങൾ, ഹെവി ആയിട്ടുള്ളതല്ല, ചെറിയൊരു 10 മിനിറ്റ് നടത്തം, ചെറിയ വ്യായാമങ്ങൾ, നിസ്കാരം, ഓതൽ, അല്ലേ, ഞാൻ പറഞ്ഞു ശാരീരികമായും മാനസികവുമായി തന്നെ ഫുൾ ബോഡി ഡിറ്റോക്സിഫിക്കേഷൻ നടക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു നോമ്പിലും അതിൻ്റെ ആ ഒരു പുണ്യപ്രവൃത്തിയിലുമൊക്കെ അലിഞ്ഞു ചേരുക. അപ്പോൾ അത്താഴത്തിന് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം.